ഇന്നില്ലേ ലിപ്സ്റ്റിക്കും പറഞ്ഞിട്ട് ഇറങ്ങി എടുക്കുന്നറിയാം കിച്ചണിലേക്കല്ല കേട്ടോ എൻ്റെ മാമാൻ്റെ പെരക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാട്ടും ബീഫ് ബിരിയാണി എടുത്തിട്ട് മാമാൻ്റെ പെരക്ക് പോകുന്ന കേട്ടോ. ഈ ദുബൈ കവറുള്ളത് ബിരിയാണി ചാച്ചാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ബീഫ് ബിരിയാണി കേട്ടോ. 10 മിനിറ്റ് നടന്നെത്തുന്നതാണ് കേട്ടോ മാമാൻ്റെ പെരക്ക്. പക്ഷെ റിക്ഷയിലാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എത്തിയിട്ടോ നമ്മളെ മാമാൻ്റെ പെരക്ക്. ബൾബ് നിറച്ചുള്ളതല്ല മാമാൻ്റെ മക്കളെ പോലെ തന്നെ. ഇതെൻ്റെ ചെറിയ ചാച്ചാൻ്റെ മോളാണ്. എത്ര ചിരിപ്പിച്ചിട്ടും ചിരിക്കാതെ സൂപ്പർ ചേരി ഇരിക്കുന്നുണ്ട് അവള്. ഓളിപ്പോ ചിരിച്ചെന്ന് നിങ്ങൾക്കറിയണ ചാച്ച ഇല്ലാത്ത ആ ചിരിയാണ് കേട്ടാ. ഞാൻ ബിരിയാണി കൊണ്ടുപോയിട്ടാകുമ്പോൾ ചാച്ച പിന്നെ ഞാൻ തിരിഞ്ഞും പറഞ്ഞു നോക്കിയിട്ടാ ഒരൊറ്റ ബിടലാണെന്ന് വിട്ടിട്ടാ. കാരണം എന്താ വെച്ചാൽ ചാച്ചാക്ക് കൊണ്ടുപോയ ബിരിയാണി ചാച്ചാക്ക് കൊടുക്കാതെ തിന്നും. നീ ബേജാറായിട്ട് നിൽക്കണ്ടാറ്. ചാച്ചാനോട് പറഞ്ഞു നീ നിൽക്ക് ഞാൻ നിന്നെ കൊണ്ടുവിടാറ്. ചാച്ചാരൊക്കെ ഞാൻ സ്കൂട്ടറിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് റോഡല്ല തോടായത് കൊണ്ട് എന്നെ റോഡ് സൈഡ് എന്നെ വിട്ടിട്ട് ചാച്ച പോയിനവേ. വന്ന ബേജാറിൽ ഞാൻ നല്ല പങ്ങല് ബിരിയാണി വെച്ചിനവേ. ഒന്നും നോക്കിയിട്ട് ബേജാറ് തീർക്കണമെങ്കിൽ നമുക്ക് ബിരിയാണി വെച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നേനട്ടാ ഇന്നത്തെ ബിരിയാണി. അതെല്ലാം കഴിഞ്ഞ കുറച്ച് കൊട്ടട ബാക്കി ഉണ്ടായിട്ടാ. അതും അവിടെ വെച്ച് ഞാൻ സുഖമായി പോയിട്ട് കിടന്നുറങ്ങി.